ഇന്ന് പകലിലെ ദൈവവചന ധ്യാനത്തിനായി രണ്ട് വേദഭാഗങ്ങളാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. I would like to turn your attention to two portions from the Word of God. യെശയ്യാ പ്രവചനം 14-ാം അധ്യായം അതിന്റെ 27-ാം വാക്യവും റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യവുമാണ്. Isaiah 14:27 and book of Romans. സമയം ലാഭിക്കുവാൻ ഞാൻ തന്നെ വായിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവനാര്? അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവൻ ആര്? For the Lord of hosts has purposed, and who shall nullify it? And his hand is stretched out, and who shall turn back? റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിലെ വാക്യം നമുക്ക് കാണാപ്പാഠം അറിയാം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. And we know that all things work together for good to them that love the God. ഈ യെശയ്യാ പ്രവചനത്തിലെ വാക്യത്തിനകത്ത് രണ്ട് ചോദ്യചിഹ്നങ്ങളാണുള്ളത്. In this portion that we read from the book of Isaiah, there you can see there are two questions. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലപ്പെടുത്തുന്നവനാര്? And who the Lord has ordained, purposed, and who shall nullify it? അവൻ കൈ നീട്ടിയിരിക്കുന്നു, ആ കൈയെ മടക്കുന്നവനാര്? And he has stretched his hand, and who can turn it back? ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും അതിന് ഭരണ സംവിധാനങ്ങളുണ്ട്. All the countries of this world have their own administration. നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ നിയമ സംഹിതകൾ നമുക്കറിയാം. And we know the constitutions of our country India. അവിടെ എല്ലാ രാജ്യങ്ങൾക്കും കോടതികളുണ്ട്. And there is a justice system in every country. കീഴ്ക്കോടതികളുണ്ട്, മേൽക്കോടതികളുണ്ട്. And there are lower courts and the higher courts. കീഴ്ക്കോടതികൾ വിധിച്ചതിനെ വേണമെങ്കിൽ മേൽക്കോടതിക്ക് ദുർബലപ്പെടുത്തുവാൻ കഴിയും. And sometimes the Supreme Courts can override what has been judged by the lower court system. ഹൈക്കോടതി വിധിച്ചതിനെയും വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് ദുർബലപ്പെടുത്തുവാൻ കഴിയും. And even the Supreme Court can also override what has been judged by the high court. ഇന്ത്യയുടെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിക്ക് വിധിച്ചതിനെ വേണമെങ്കിൽ ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റിന്, ഒന്നാം വനിതയ്ക്ക് വേണമെങ്കിൽ അതിനെ അസാധുവാക്കുവാൻ ദുർബലപ്പെടുത്തുവാൻ കഴിയും. And sometimes even the final judgment by the Supreme Courts can also be pardoned or overridden by the president or the prime minister. എനിക്ക് തോന്നുന്നു എല്ലാ രാജ്യത്തിന്റെയും സംവിധാനം അത് തന്നെയായിരിക്കും. And I believe most countries follow the same pattern. പക്ഷേ ഇന്ന് പകലിൽ ആരാധനയ്ക്ക് വന്ന ദൈവമക്കളോട് ഒരു മെസ്സേജ് ഞാൻ കൈമാറുകയാണ്. But I would like to share a certain message with you, those who came to worship the Lord. സൈന്യങ്ങളുടെ യഹോവ ഒരു കാര്യം നിർണയിച്ചാൽ അതിനെ ക്യാൻസൽ ചെയ്യുവാൻ, ദുർബലപ്പെടുത്തുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. If the Lord of hosts has purposed a certain thing, no force in this world can nullify it. ദൈവം നിനക്ക് വേണ്ടി ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, if God has purposed a certain thing for you, ദൈവം നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ഒരു കാര്യം നിർണയിച്ചിട്ടുണ്ടെങ്കിൽ, if God has ordained a certain things for you and your family, ആ നിർണയത്തെ ഇല്ലാതാക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. and no force on this earth can nullify what God has ordained. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, അവൻ കൈ നീട്ടിയിരിക്കുന്നു, ആ കൈയെ മടക്കുന്നവൻ ആര്? And the second question is that God has stretched out his hand, and who can turn it back? നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എനിക്കൊരു നന്മ വെച്ച് നീട്ടിയാൽ ആ വ്യക്തിയേക്കാൾ ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ ആ കൈ മടക്കാം. If one of you stretch your hands with certain gifts to me, and if another person comes who is stronger than that person, can certainly block that. എന്നാൽ സ്വർഗ്ഗത്തിലെ ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി കൈ നീട്ടിയാൽ, കൈ തുറന്നാൽ ആ കൈയെ മടക്കാൻ ആർക്കും കഴിയുകയില്ല. But if our heavenly Father, our Lord, has stretched his hand for you, no force can nullify and turn it back. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. I praise God for those who believe in him. ഒത്തിരി ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്തിട്ട് മെസ്സേജിലേക്ക് വേഗം കയറുകയാണ്. Let me come to the message. ദൈവം നമ്മെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ തലമുറകളെക്കുറിച്ച്, നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ച്, നമ്മുടെ സഭയെക്കുറിച്ച് ഒരു നിർണയമുണ്ട്. God has purposed and ordained certain things about your family life, your individual life, and concerning our church. ആ ദൈവിക നിർണയം നമ്മിൽ നടപടിയിൽ കൊണ്ടുവരുന്നത് നമ്മുടെ ആലോചന ചോദിച്ചിട്ടോ നമ്മോട് പറഞ്ഞിട്ടോ അല്ല ദൈവം അത് ചെയ്യുന്നത്. But God is not doing that after asking your permission to do certain things in your life. അതുകൊണ്ട് തന്നെ അതിന്റെ ആരംഭത്തിൽ നമുക്ക് നന്മയെന്ന് പറയുവാൻ കഴിയുകയില്ല. എന്നാൽ അതിന്റെ ഒടുവിലെത്തുമ്പോൾ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും അത് നന്മയ്ക്കായി
കൂടിയാവരിച്ചു എന്ന്. So therefore many times we may not know that it is going to operate for your good, but at the end you will certainly understand that everything works together for your good. ദൈവത്തിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും തന്റെ ഹൃദയത്തിൽ ഒരു നിർണയം പദ്ധതിയുണ്ട്. God has a certain plan in his heart about you and I. അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മെ നടത്തുമ്പോൾ നമുക്ക് ആരംഭങ്ങളിൽ അനുഗ്രഹമായി നന്മയായി തോന്നുകയില്ല. But when he leads us to the conclusion of those purposes, many times we may not know that it is for our good. ആമേൻ. പെന്തക്കോസ്തിന്റെ യാതൊരു പ്രവർത്തനവും ഇല്ലാതിരുന്ന പട്ടണത്തിൽ ദൈവം എന്നെ വിശ്വാസത്താൽ കൊണ്ടുവന്ന് താമസിച്ച് പ്രവർത്തിപ്പാൻ ദൈവം അവസരമൊരുക്കി. There was a time in my life where God brought me to a place where there was no Pentecostal ministries. 17-ാമത്തെ വയസ്സിൽ ഈ പുസ്തകം കൊണ്ട് ഞാൻ ഇറങ്ങുമ്പോൾ ദൈവസന്നിധിയിൽ എടുത്ത ഒരു ഉടമ്പടിയുണ്ട്. പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും ഉലകത്തിൽ ഒരു ആവശ്യം ഒരു മനുഷ്യനോട് പറയരുത്. At the age of 17, when God called and separated from my ministry, I made a decision in my life, no matter what I go through, I will not put my trust in anyone in this world. കർത്താവിന്റെ കൃപയാൽ ഇന്ന് വരെ ദൈവം നിർത്തിയിരിക്കുകയാണ്. And by the grace of God, God is still sustaining me. ഞാൻ ഇരിങ്ങാലക്കുട പട്ടണത്തിൽ വന്ന് താമസിച്ച് പ്രവർത്തിക്കുമ്പോൾ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ എൻ്റെ മോൾക്ക് ആമീൻ അന്ന് 3 വയസ്സുണ്ട്. When I came to this city called Iringalakuda, I was staying at a rental house, and his pastor's daughter was at the age of 3 at the time. ഇന്ന് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന എൻ്റെ രണ്ടാമത്തെ മകൻ ജനിച്ചിട്ട് ചില ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ. And my second son, who is in the ministry today, was only a few weeks old at the time. അവൻ ജനിച്ചപ്പോൾ ഒരു വെറൈറ്റി ചൈൽഡ് ആയിട്ടാണ് ജനിച്ചത്. When he was born, he had some issues, I guess. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉള്ളതുപോലെ 4 പല്ലും കൊണ്ടാണ് പുള്ളി വന്നത്. When he was born, he already had 4 teeth. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, സാർ ഇത് ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്ന് ചോദിച്ചു. So I asked the doctor, should we go ahead and surgically remove those teeth? അതേ ഒരു ദൈവഭക്തനാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു ദൈവം തന്നതല്ല ഇരുന്നോട്ടെന്ന് പറഞ്ഞു. I believe he was also a believer, and the doctor said that whatever God has given, let us keep it. അതിന്റെ ഗുണം അറിഞ്ഞത് അവന്റെ അമ്മയാണ്. And so his mother came to know the benefit and the value of it. ഇരിങ്ങാലക്കുട പട്ടണത്തിൽ കൈക്കുഞ്ഞുങ്ങളുമായി 3 ആഴ്ചയിലധികം പട്ടിണി കിടക്കുകയാണ്. And this city, we were there for the first time. We were starving. We didn't have enough to eat for many weeks. ആമേൻ. ഒരു മൂത്ത കുഞ്ഞിനെ ഞാൻ തൊട്ടടുത്തുള്ള CMSകാരുടെ നഴ്സറിയിൽ കൊണ്ടുവിടാറുണ്ട്. CMS സ്കൂൾ നഴ്സറി. The pastor's elder daughter, who was 3 years of age at the time, she was entered into the nursery school. രാവിലെ സ്കൂട്ടർ ഓൺ ചെയ്ത് മോളെ കൊണ്ടുവന്ന് സാധാരണ എൻ്റെ ഭാര്യ ഇരുത്തുക പതിവുണ്ട്. The pastor's wife would take the daughter to the nursery. സമയം വൈകിയപ്പോൾ ഞാൻ കയറി ചെന്നപ്പോൾ എൻ്റെ മോളെ അമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, മമ്മി ഒരു ബിസ്ക്കറ്റ് പോലും എനിക്ക് തരാനില്ലേ എന്ന്. When we went to pick her up at the end of the day, she was crying and looking at her mother, asking, don't you even have a cookie for me? ഇത് കേട്ടപ്പോൾ ഒരു അപ്പന്റെ ഹൃദയം തകരാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? And it was so distressing to me as a father at the time. ഞാൻ മുറിക്കകത്ത് പോയിരുന്നു വാവിട്ട് കരയുവാൻ തുടങ്ങി. And I entered into my room and I started weeping and crying in the presence of God. എൻ്റെ മോള് വന്ന് കണ്ണുനീര് തുടച്ചിട്ട് പറഞ്ഞു, പപ്പ കരയണ്ട, എല്ലാവരും ബിസ്ക്കറ്റ് തിന്നുമ്പോൾ ഞാൻ യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ചോളാം. And she said that, Daddy, don't cry, because I will pray to the Lord, so he will grant me cookies. ആമേൻ. രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയിട്ട് ആഴ്ചകളാകുന്നു. ആ കുഞ്ഞിന് കുടിക്കുവാൻ ഒന്നുമില്ല. അവന്റെ ആമേൻ സ്തോത്രം ആമേൻ ജീവിതത്തിൽ അത് ഭാരമായി മാറി. And the second child was only a few weeks at the time, and he did not have enough for his nourishment. ഞാൻ പറഞ്ഞ മനസ്സിലായി കാണുമല്ലോ. അതാണ് അവന്റെ അമ്മ അറിഞ്ഞെന്ന് ഞാൻ പറഞ്ഞത്. That's the reason why I said that his mother recognized the fact that he had 4 teeth. അവൻ സകല കൃപയും ചേർത്ത് ഒരു പിടി പിടിച്ചു. അതോടെ അവന്റെ കുടി നിന്നു. അവൻ സകല കൃപയും ചേർത്ത് ഒരു പിടി പിടിച്ചു. അവന്റെ കുടി അതോടെ നിന്നു. Okay, so he finally took a bite, and that was the end of his nursing. അന്ന് അതെനിക്ക് നന്മയായി തോന്നിയില്ല. I did not realize that was പക്ഷേ working out for the benefit at the time. ഇന്ന് ആ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുണ്ട്. But today in that city there is a very blessed church. നൂറുകണക്കിന് ആത്മാക്കളെ ദൈവകൃപയിലേക്ക് നടത്താൻ ദൈവവളിയവനെ ഉപയോഗിച്ചു. Hundreds of believers have been given to us. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു എന്ന് നാം അറിയുന്നു. We know that Lord operates, everything works together for those who trust in him. ഞാൻ ദൈവവചനത്തിന്റെ ചില വെളിപ്പാടുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. Let me bring you certain messages from the word of God. ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങൾ സൃഷ്ടിപ്പിന്റെ അധ്യായങ്ങളാണ്. The book of Genesis chapter 1 and 2, we see about the creations. ഓരോ ദിവസത്തെയും സൃഷ്ടിപ്പ് കഴിയുമ്പോൾ ദൈവം പറയുന്ന ഒരു പദമുണ്ട്,
നല്ലത് എന്ന് യഹോവ കണ്ടു സന്ധ്യയായി ഉഷസ്സുമായി ഒന്നാം ദിവസം. After creating each thing every day, at the end of the day, he would say that everything looked good, and the evening and the morning was the first day or the second day. 6 ദിവസത്തെ സൃഷ്ടിപ്പ്. And there you see the creation of 6 days. 7ാം ദിവസം സ്വസ്ഥമായിരുന്നു. And on the 7th day was the day of rest. ആമേൻ. ദൈവത്തിന്റെ 7ാം ദിവസം ആദാമിന്റെ 1ാം ദിവസം എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. We can say that the first day of the Lord was the first day of Adam. ഈ 6 ദിവസത്തെ സൃഷ്ടിപ്പിൽ ഒരു ദിവസം ദൈവം നല്ലതെന്ന് പറഞ്ഞില്ല. But out of all these 6 days of a creation, God never said that it was good. അത് ഏത് ദിവസമാണ് നിങ്ങൾക്ക് പറയാമോ? Do you know which day that God did not call out as good? 6ാം ദിവസം. The 6th day. ആമേൻ. നമ്മളെല്ലാവരും അങ്ങനെയാണ് വായിച്ചു വെച്ചിരിക്കുന്നത്. That's what we read and understand. കാരണം മനുഷ്യൻ ഏകനായിരിക്കുന്നത് സ്തോത്രം അതിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടായിരിക്കാം. അങ്ങനല്ല, 2ാം ദിവസമാണ്. But actually it was the second day that God saw that it was not good. 4ഉം 5ഉം ഒക്കെ ആക്കി നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അവിടെ സൃഷ്ടിച്ചത് ആകാശവും വെള്ളവുമാണ്. First day there you see that God created the heavens and the waters. ആ സൃഷ്ടിപ്പ് കഴിഞ്ഞിട്ട് ദൈവം നല്ലതെന്ന് പറഞ്ഞില്ല. But after creating the skies and the waters, God never said that it was good. എന്താ ദൈവം നല്ലതെന്ന് പറയാഞ്ഞത്? And do you know why God did not say that it was good? പിന്നെ എപ്പോഴാ ദൈവം നല്ലതെന്ന് പറഞ്ഞത്? And when did actually God say that it was good? 31ാം വാക്യത്തിലേക്ക് വരുമ്പോൾ When we come to the 32nd verse, ദൈവം ഇങ്ങനെ തിരിഞ്ഞു നോക്കി പറയുകയാണ്, God looked back and said, താൻ സൃഷ്ടിച്ചതൊക്കെയും എത്രയും നല്ലത് എന്ന് യഹോവ കണ്ടു സന്ധ്യയായി ഉഷസ്സുമായി 6ാം ദിവസം. God looked back and saw that everything that he created was good, and the evening and the day was the 6th day. ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ വാവിട്ട് കരഞ്ഞു. So pastor entered the prayer room and he started to weep and cry. എന്താ ദൈവം 2ാം ദിവസത്തെ നല്ലതെന്ന് പറയാഞ്ഞത്? Why was it that God did not see the second day as good? ദൈവം ആരംഭത്തിലെ അവസാനം അറിയുന്നവനാണ്. God knows the end from the beginning. ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്. He is the all-knowing God. ദൈവം തന്റെ സർവജ്ഞാനത്തിൽ നോക്കിയപ്പോൾ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മെനയപ്പെടുന്ന തന്റെ കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള വകുപ്പാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. In the omniscience, when God looked and he saw that everything that he created was for the destruction. അതുകൊണ്ട് തന്നെ ദൈവത്തിന് നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല. Therefore God did not say that it was ഇനി good. മേലോട്ട് നോക്കി പറയാൻ പറ്റില്ല. കാരണം മറ്റവൻ ഇരിക്കേണ്ട സ്ഥലം ആകാശമേഖലയാണ്. He could not look up and say that the skies were good because it was the power of all the dominion of the power was there. അതുകൊണ്ട് തന്നെ 2ാം ദിവസത്തെ നല്ലതെന്ന് കർത്താവ് പറഞ്ഞില്ല. Therefore God did not say that the second day was good. എന്നാൽ 6ാം ദിവസത്തിൽ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി പറയുകയാണ്, താൻ സൃഷ്ടിച്ചതൊക്കെയും ആ 2ാം ദിവസവും അതിനകത്ത് വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. But after the 6th day, God looked back and said that everything that he created was good, including what he created on the second day. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന സകല ദൈവമക്കൾ ഒരു ദൂത് ഞാൻ പറയാം. Let me share a word with those the children of God this morning. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഒരു 2ാം ദിവസമുണ്ട്. There is a second day that God is appointed in your life. അന്ന് നമുക്ക് നന്മയെന്ന് നല്ലതെന്ന് പറയാൻ കഴിയുകയില്ല. You may not see that day as a good day in your life. എന്നാൽ 6ാം ദിവസം തിരിഞ്ഞു നോക്കി ആമേ പറയാൻ കഴിയും, ആ കഷ്ടതയിലൂടെ ഞാൻ പോയത്, ആ പട്ടിണിയിലൂടെ ഞാൻ പോയത്, ആ രോഗത്തിലൂടെ ഞാൻ പോയത്, ആ അനർത്ഥത്തിലൂടെ ഞാൻ പോയത് എനിക്ക് നന്മയ്ക്കായി കൂടി ആവരിച്ചു. But on the 6th day you can turn around and look back and say that all the situations that I went through, the difficulties and the challenges that I went through, everything worked together for my good. Hallelujah. Hallelujah. ഞാൻ ഒരു തെളിവൂടെ പറയട്ടെ. Let me share one more evidence. ദൈവത്തിന്റെ ദാസനായ നോഹയോട് ദൈവം ഒരു അരുളപ്പാട് കൈമാറി. God gave a certain message to Noah. അന്ന് വരെ ഭൂതലത്തിൽ മഴ സംഭവിക്കാത്ത ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ നമ്മൾ അത് വിശ്വസിക്കുമോ? Up until that day, there was never a rain on this earth. So if you are told something that never had happened, would you believe that? അന്ന് വരെ മഞ്ഞുകൊണ്ടാണ് ഭൂമിയെ ദൈവം നനച്ചുകൊണ്ടിരുന്നത്. Up until that day, the earth was getting wet by the humidity and other vapor. ദൈവവുമായി നല്ല ബന്ധമുള്ള നോഹ
ദൈവം പറഞ്ഞ അരുളപ്പാട് വിശ്വസിച്ച് പെട്ടകം പണിയാൻ തുടങ്ങി. And when God shared this message with Noah, he knew God so well, therefore he started the work of the ark. ഹല്ലേലൂയ. Amen. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. Let me not explain because of the lack of time. 120 വർഷം ആ ദൈവഭക്തൻ വിളിച്ചു പറഞ്ഞു. He preached for about 120 years. ആ പെട്ടകത്തിൽ കയറാൻ ആകെ 8 പേരെ ഉണ്ടായിരുന്നുള്ളൂ. But only 8 people entered that ark. അവിടെ ഒറ്റ വാക്കിൽ ഒരു ദൂത് പറയാം. One word message there. ഈ ടെക്സാസിലുള്ള എല്ലാരെയും നേടിയില്ലെങ്കിലും മിനിമം നിന്റെ കുടുംബത്തിലുള്ളവരെയെങ്കിലും നേടണം. You may not be able to save everyone in the state of Texas, but at least you should be able to save your own family. നിത്യതയിൽ ചെല്ലുമ്പോൾ ദൈവമേ നീ എനിക്ക് തന്ന എൻ്റെ തലമുറ എന്ന് പറയാൻ പ്രാഗൽഭ്യമുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. When we get to the presence of God, we should be able to say that, Lord, here's the family what you have given me. Hallelujah. Hallelujah. നമുക്കറിയാം ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതുമായ സകല മൃഗങ്ങളും ഇഴയാദികളും അതിനകത്ത് കയറി. And we know that the clean and the unclean creatures entered into this ark that Noah built. ദൈവത്തിന്റെ സമയമായപ്പോൾ അതിനെ കിളിവാതിൽ അടച്ചു. And when the time came, God closed the door of the ark. ഈ പെട്ടകത്തിനകത്ത് ദൈവഭക്തൻ കുടുംബം സകല ജീവജാലങ്ങളും ഇതിനകത്തിരിക്കുകയാണ്. And in this ark there is Noah and his family and all the creatures that entered into this. നിങ്ങൾക്കൊരു ഹോംവർക്ക് തന്നു വിടുകയാണ്. എത്ര മാസം അല്ലെങ്കിൽ എത്ര വർഷം എത്ര സമയം ഈ ഭക്തൻ ഈ പെട്ടകത്തിൽ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കണ്ടെത്തണം. You can go home and do a homework and you can find out how long the servant Noah and all these creatures stayed in this ark. ഈ പെട്ടകത്തിലെ വാസം അത്ര സുഖകരമല്ല. And it was not the most comfortable place to dwell. ഈ ചർച്ചിനാണെങ്കിൽ തന്നെ എത്ര വാതിലുണ്ടെന്ന് അറിയാമോ? You know how many doors we have in this church? നിങ്ങളുടെ വീടിന് എത്ര വാതിലുകളുണ്ട്? You know how many doors we have in our houses? നിങ്ങളുടെ അടുക്കളയ്ക്ക് എത്ര എക്സോസ്റ്റ് ഫാൻ ഉണ്ട്? Do you know how many exhaust fans are there in your kitchen? ഈ പെട്ടകത്തിന് ആകെ ഒരു വാതിലുണ്ട്, എക്സോസ്റ്റ് ഫാൻ ഇല്ല. But this ark only had one door and no exhaust system. സകല മൃഗജാലങ്ങൾ ഇതിനകത്തുണ്ട്. All the animals and the creatures are in this ark. നിങ്ങൾ പറയല്ല അതിന്റെ അറയ്ക്കകത്താന്ന് ഒരുപക്ഷെ തർക്കത്തിന് പറഞ്ഞേക്കാം. You may say that they're all in their own little compartments. എന്നാലും ഈ പെട്ടകത്തിനകത്താണല്ലോ. But you can imagine everything is in this one ark. കടലോര പ്രദേശത്തൂടെ യാത്ര ചെയ്യുമ്പോൾ കടലിന്റെ സൈഡിലൂടെ പോകുന്നെന്ന് പ്രത്യേകിച്ച് നോട്ടീസ് ഒന്നും അടിക്കണ്ട, അവിടെ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. And you know that those who have walked on near the oceans, you can tell as you walk by that you know by the smell where you are. ഈ റബ്ബർ ടാപ്പ് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, ഈ റബ്ബർ ഷീറ്റ് അടിക്കുന്ന സ്ഥലം, അവിടെ വരുമ്പോൾ നമുക്കറിയാം ഇതിവിടെ റബ്ബർ ഷീറ്റ് അടിക്കുന്നുണ്ടെന്ന്. And if you go to the rubber states where they process the rubber sheets, you can tell because of the smell of what happens there. ഈ ദൈവഭക്തനും കുടുംബവും ഇതിനകത്തിരുന്ന് വീർപ്പ് മുട്ടുകയാണ്. So you can imagine Noah, the servant of God, and his family, they are in this ark. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗ്രീൻ സിഗ്നൽ കിട്ടി പെട്ടകം വെള്ളം താഴാൻ തുടങ്ങിയിട്ടുണ്ട്. And then they found out they got the signal that the water has subsided. നിങ്ങൾ ഒരുപക്ഷെ ഈ രാജ്യത്ത് വന്നിട്ട് ചില വർഷങ്ങൾ പിന്നിട്ടേക്കാം. You may have been in this country for many years. എന്നാലും ചില തലമുറകൾ ഒന്നാം തലമുറ ഇതിനകത്തുണ്ടല്ലോ. But I'm sure there are some of you that are first generation here. ജനിച്ചു വളർന്ന ആ സ്വന്തം നാട്ടിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ടല്ലോ. But you can imagine the times that you go back to your homeland. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് അല്ലെങ്കിൽ തിരുവനന്തപുരം എയർപോർട്ടിലോട്ട് ഫ്ലൈറ്റ് താഴുന്നു എന്ന് സിഗ്നൽ കിട്ടുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ. And you know the excitement that you have when your flight is about to land in your home airport in Kochi, Trivandrum, or wherever you may be landing. അവിടുത്തേക്കാളൊക്കെ എത്രയോ സന്തോഷമായി. ഇവിടെ നമുക്ക് സുഖകരമായ ജീവിതമാണ്. പക്ഷെ എന്നാലും നമ്മുടെ രാജ്യത്തോട്ട് ഇറങ്ങുന്നു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സിന്റെ ഒരു സുഖമുണ്ടല്ലോ. Although your lifestyle is much more comfortable in here, you still enjoy, you have that excitement when you land in your home country. നിങ്ങളുടെ ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് ഒരു സുഖം തോന്നുന്നില്ലെന്നാ എനിക്ക് തോന്നുന്നത്. Looking at some of you, I don't see that excitement on your face. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് ആ ജനിച്ചു വളർന്ന ആ ഓർമ്മകളിലേക്കൊക്കെ പോകുന്ന ഒരു സന്തോഷകരമായ ഒരു അനുഭവം. Your children may not enjoy that, but at least those who came from India, you know when you enter you can smell it even. അങ്ങോട്ട് ലാൻഡ്
കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി പ്രതീക്ഷകളുണ്ട് But അപ്പുറത്ത്. you know, when you land, you have so many expectations. ഈ പെട്ടകം താണ് തുടങ്ങുന്നു എന്ന് ഗ്രീൻ സിഗ്നൽ കിട്ടി. So Noah got the green signal that the ark is, the water has subsided. പ്രാവ് പച്ച ഒലിവിലയുമായിട്ട് വന്നു. And the dove came back with the green leaves. വലിയ പ്രതീക്ഷയോടെ ഇരിക്കുമ്പോഴാണ് ദൈവഭക്തൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഭയങ്കര കൊടുങ്കാറ്റ്, കിഴക്കൻ കാറ്റ് ഈ പെട്ടകത്തെ അടിച്ചുലച്ചത്. And at the time the Noah, he is sitting there with a great expectation, but then all of a sudden there was an eastern wind, a high wind that came against his ark. അന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത മഴ പെയ്യാൻ പോകുന്നുവെന്ന് ദൈവത്തിന്റെ ഹൃദയം കൈമാറിയ മനുഷ്യനാണ് നോഹ. Noah was a servant who received the message directly from God about the rain. പക്ഷേ ഈ കൊടുങ്കാറ്റിന്റെ പിന്നിലെ ദൈവത്തിന്റെ നിർണയം എന്താണെന്ന്, ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് ദൈവം കൈമാറിയില്ല. But God never explained to Noah why he was sending this eastern wind and the storm. 20 അല്ല 21 അല്ല 210 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ഇതിന്റെ പുറകിലെ ദൈവിക നിർണയം എന്താണെന്ന് അപ്പോൾ മനസ്സിലാകത്തില്ല. Even if he had fasted for many days, he may not have understood the purpose of the great wind that God was sending. ഇത് ദൈവം അനുവദിച്ച രണ്ടാം ദിവസമാണ്. This was the second day that God had appointed. പക്ഷേ ഇതിന്റെ നന്മ എപ്പോഴാ തിരിച്ചറിഞ്ഞെന്നറിയാമോ? But do you know when he realized that it was working for his benefit? ഈ പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ വന്നുറച്ചു. When this ark settled on the Mount Ararat. ആ പെട്ടകത്തിൽ നിന്ന് ദൈവഭക്തൻ ഇറങ്ങി തിരിഞ്ഞു നോക്കിയപ്പോഴാ മനസ്സിലായി, ദൈവമേ, ഈ കാറ്റ് അടിച്ചില്ലായിരുന്നെങ്കിൽ ഈ പെട്ടകം എന്നേക്കുമായി കടലിലേക്ക് പോകുമായിരുന്നു. That's when Noah stepped out of the ark and he realized that if God had not sent that eastern wind, this ship, the ark, may have ended up in the ocean. പിന്നെ ആയിസ് കാല് കുത്തേണ്ടി വരത്തില്ല. And he would not have had a chance to enter the land ever again. ആമേൻ. ഇപ്പോ പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചിരിക്കുകയാണ് കിഴക്ക്. So now the ark is settled on this Mount Ararat. ഇന്ന് പകൽ ദൈവാത്മാവ് ചിലരോട് വിരൽ ചൂണ്ടി ദൂത് പറയുകയാണ്. The Holy Spirit is pointing fingers at some of you this morning. നീ പ്രതീക്ഷിക്കാത്ത ചില കൊടുങ്കാറ്റുകൾ നിന്റെ കുടുംബത്തിൽ ആഞ്ഞടിച്ചത്, സഭയിൽ ആഞ്ഞടിച്ചത് നിന്നെ തകർത്ത് കളയാനല്ല, ആർക്കും ഇളക്കാൻ പറ്റാത്തതുപോലെ നിന്നെ ഉറപ്പിക്കാനാണെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ദൂത് കൈമാറുകയാണ്. Holy Spirit is reminding you again that the certain storms and the wind that came against your life, your personal life, against your church, your family life, it is not to destroy you but to build you up. അങ്ങനെ ദൈവം ഉറപ്പിച്ച ചില കുടുംബങ്ങൾ, വ്യക്തികൾ ഇതിനകത്തുണ്ട്, അഭിഷക്തന്മാരുണ്ട്. അവരുടെ അധരങ്ങളെ തുറന്നു ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയട്ടെ. ആമേൻ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി ആവരിക്കുന്നു. God works everything good together, good for those who trust in him and love him. Hallelujah. Hallelujah. ഇനി ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ Let me ആഗ്രഹിക്കുന്നു. conclude in few words. അപ്പന്റെ പ്രായത്തിന്റെ പകുതി പ്രായം എത്തിയതേ ഉള്ളൂ, മോന്റെ കണ്ണ് രണ്ടും അടിച്ചുപോയി. അപ്പന്റെ പ്രായത്തിന്റെ പകുതി എത്തിയതേ ഉള്ളൂ, മോന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. So the son's age was about the half age of the father, but then he lost both of his eyes. അതിന്റെ കൂടെ മരണവെപ്രാളം കൂടെ കയറി. And then he also started having the fear of death. നമുക്കും അങ്ങനെയാണല്ലോ, കാലിന് ബലം ക്ഷയിക്കുമ്പോൾ കണ്ണിന് കാഴ്ച കുറയുമ്പോൾ ഭക്തി കൂടുമല്ലോ. And that's just like us, when we lose our eyesight, when we are not able to walk, our faith will increase. നിങ്ങൾ എനിക്ക് സമയം ഒരു 1.5 മണിക്കൂർ തന്നിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് വിവേചിച്ച് പറയായിരുന്നു. Pastor would say someday explain this by taking an hour and a half. നല്ല ആരോഗ്യമുള്ള സമയത്ത് എന്തും ഏതും പറഞ്ഞു ഓടി നടക്കുന്ന പുള്ളികളൊക്കെ ഒന്ന് ബലക്ഷയം വരട്ടെ, ഭക്തി കൂടുവങ്ങ്. When you are strong and able to do anything, you may not do anything, but when you lose your strength, you will have a lot of faith in God. മരണവെപ്രാളം കയറിയപ്പോൾ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ പപ്പ മരിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് പെട്ടെന്ന് നീ കാട്ടിൽ ചെന്ന്, പുള്ളിക്ക് നാട്ടിലെ ഒന്നും പിടിക്കുകയില്ല, കാട്ടിലെ പറ്റത്തുള്ളൂ. So therefore this father, he called his son, the father was old age, and he called his son and said to go and get some meat, for game meat, and prepare it for me. ഈ മരിക്കാൻ പോകുന്നവരെന്തിനാ കഴിക്കുന്നേ? If he's about to die, you would think, why would he want to eat? ആ വിധവ പറഞ്ഞു കേട്ടോ, ഞാനും എൻ്റെ മകനും കൂടെ എന്ത് ചെയ്യാൻ പോവാ?
തിന്നിട്ട് മരിക്കാൻ പോവാ, അങ്ങനെ പറഞ്ഞു. Yeah, the widow also said that my son and I are going to eat the last bread and we are going to die. ഇങ്ങനെ 4 സൈസ് നമ്മുടെ സഭയ്ക്കകത്തുണ്ടെങ്കിൽ പിന്നെ സഭ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. And if we have people like that in our church will never have a good time. നേരെ മറിച്ച് ആ സഹോദരി നല്ല സ്ത്രീ ആയിരുന്നെങ്കിൽ അയലോക്കത്ത് ചിന്നാമ്പടിയെ കൊണ്ടുപോയി വെച്ചാൽ എന്തായാലും ഞാനും എൻ്റെ മോനും കൂടി ഇന്ന് മരിക്കും, നീയെങ്കിലും ചുട്ടു തിന്നോളാൻ പറയണം. And if that widow was such a nice person, she would have offered that bread to her neighbor and said, I'm going to die anyway, so why don't you take it and eat it? ചത്താൽ എനിക്കുള്ളതൊന്നും ആർക്കും കൊടുക്കുകയില്ല. So the thought is that even if I die, I'm not going to give what I have to others. തിന്നിട്ട് ഞാനും എൻ്റെ മോനും കൂടെ മരിക്കാനിരിക്കുക. My son and I are going to eat this and then we're going to die. മരിക്കാൻ പോവാണെങ്കിൽ ഒരു നേരം ഉപവസിച്ചിട്ട് അങ്ങ് മരിക്കരുതോ? If you're going to die, why not fast for a day and then die? എന്തായാലും വേണ്ടില്ല. ആ വീട്ടിൽ ആകെ 2 എണ്ണേ ഉള്ളൂ, ഒന്ന് അമ്മ പക്ഷം, ഒന്ന് അപ്പൻ പക്ഷം. So there's only 2 sons in this household, one on the side of the mother and the other son on the side of the father. ഇനി ഇടയ്ക്ക് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ സ്വതന്ത്രനായി നിന്നേനെ. And if there was a third son, he might have been an independent one. ഈ അപ്പൻ സിറ്റ് ഔട്ടിൽ പറഞ്ഞത് അമ്മ അടുക്കളയിൽ ഇരുന്ന് പിടിച്ചെടുത്തു. The father was talking to one son and then the mother heard this in the kitchen. ഇത്രയും നല്ല സൗണ്ട് സിസ്റ്റം വന്ന് വെച്ച് പറഞ്ഞാലും ചിലർക്കൊന്നും മനസ്സിലാകത്തില്ല. എന്നാലും വീട്ടിൽ ചെന്നിട്ട് ടെസ്റ്റ് ചെയ്ത് ചോദിക്കും, ബുധനാഴ്ച പ്രാർത്ഥന എവിടെയാണ്? Some people don't get this type of communication. They may not listen, so they would go home and text the husband and ask, or the pastor and ask, where is the Wednesday night prayer meeting? എന്നാൽ ഈ യോഗം കഴിഞ്ഞ് അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി ആരെങ്കിലും ചുണ്ട് അനക്കിയാൽ മതി, അത് എന്നെക്കുറിച്ചാണ്, എന്നെക്കുറിച്ച് മാത്രമാണ് അവൾ പറഞ്ഞത്. But even if someone murmurs right at the end of the service, they will notice that they'll say they were talking about me. ഹല്ലേലൂയ. Amen. സ്തോത്രം. സമയം തീരുക. Hallelujah. ആദ്യത്തെ ഫാസ്റ്റ് ഫുഡ് അവിടെയാണ് ഉണ്ടായത്. ആദ്യത്തെ ഫാസ്റ്റ് ഫുഡ്. That's where you see the first fast food in the Word of God. ആദ്യത്തെ വേഷപ്രച്ഛന്നം, ഫാൻസി ഡ്രസ് ഉണ്ടായത് There also അവിടെയാണ്. you can see the fancy dress competition there. അമ്മ നാടനെ കാടനാക്കി മാറ്റി. So the mother turned a normal person into an unusual person. ചേട്ടന്റെ ഉടുപ്പ് കൊണ്ടുവന്ന് അനിനെ ഇടിപ്പിച്ചു. So she took the clothing of the older brother and put that on the younger brother. ആ കൊച്ചൻ ഒരു അല്പം മനസാക്ഷിയുള്ളവനാണ്. Which one? The older one? യാക്കോബ് ഒരു അല്പം മനസാക്ഷിയുള്ളവനാണ്. അവൻ പറഞ്ഞു അപ്പൻ ഇത് തിരിച്ചറിയ, അപ്പൻ കണ്ണ് കാണത്തില്ലെന്നേ ഉള്ളൂ, അപ്പൻ വില്ലനാണ്. So Jacob, he realized and he said that, my father, he's a smart man, he's going to recognize me. അമ്മ പറഞ്ഞില്ല, പൊക്കോളാൻ പറഞ്ഞു. The mother said, don't worry, go in confidence. അവൻ കയറി ചെന്ന് അപ്പാന്ന് വിളിച്ചപ്പോഴേ അപ്പൻ ഞെട്ടിപ്പോയി. But when he entered the father's room and called Abba, the father recognized their strange voice. കാരണം ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ ഇന്ന് വരെ ഇത്രയും വേഗത്തിൽ കൊണ്ടു തന്നിട്ടില്ല. Because he knows that he had asked for a cup of water, he never received it so quickly. അപ്പൻ ചോദിച്ചടാ ഇത്ര വേഗത്തിൽ എവിടുന്ന് കിട്ടി? So the father asked, how did you come back so quickly? ഇവൻ കല്ല് വെച്ച് ഒരു ഞൊണ പറഞ്ഞു. And he said a certain lie. നിന്റെ ദൈവമായ യഹോവ എന്റെ നേർക്ക് വരുത്തി തന്നു. He said that your Lord sent an animal right against me. ഇവൻ ഇത് പറഞ്ഞില്ലെങ്കിലേ ഉള്ള അത്ഭുതം, കാരണം ഇവന്റെ കോച്ച് അമ്മയാണ്. So you might be wondering, I would wonder that the mother was the coach of the son. ഉണ്ണിയെ കണ്ടാൽ അറിയാവല്ലോ ഊരിലെ പഞ്ഞം. സ്തോത്രം. Yes, exactly. Praise the Lord. Hallelujah. You can tell a person from where he is നീ from. ആരാണെന്ന് അറിയാൻ നിന്റെ കുഞ്ഞിനെ നോക്കിയാൽ മതി. So in order to identify who you are, all you have to do is look at your children. Hallelujah. Amen. എനിക്ക് വിവരിക്കാൻ സമയമില്ല. Not enough time to explain. അപ്പൻ പറഞ്ഞു നിന്റെ ശബ്ദം കൊണ്ട് എനിക്ക് മനസ്സിലായി നീ യാക്കോബാണെന്നാണ്. So the father said that based on your sound, I think you sound like ഈ Jacob. കണ്ണ് കാണാത്ത ഒരാളെ തിരിച്ചറിയുന്നത് 3 കാര്യങ്ങളിലാണ്. So if a person cannot see, they normally recognize people in 3 different ways. ഒന്ന് ശബ്ദം കൊണ്ട് തിരിച്ചറിയും. By their voice. 2 മണം കൊണ്ട് With their തിരിച്ചറിയും. smell. 3 തലോടൽ സ്പർശനം കൊണ്ട് And also തിരിച്ചറിയും. they can feel them. ഇവനെ അടുത്ത് പിടിപ്പിച്ച് മൊത്തത്തിലൊന്ന് തലോടി. So the father called him near and then he felt him. എന്നിട്ട് സംശയം ഒന്ന് മണപ്പിച്ചു And then നോക്കി. he smelled him. 2 സാക്ഷികളാൽ ഏത് കാര്യവും നമുക്ക് ഉറപ്പിക്കാം. By 2 witnesses you can confirm just about anything. ഉള്ള അനുഗ്രഹം മുഴുവൻ ഇവന്റെ തലയിൽ വെച്ച് So കൊടുത്തു. therefore the father gave all the blessings to the son. ഞാൻ നിങ്ങളെ വചനത്തിലേക്ക് കൊണ്ടുവരികയാണ്. Let me bring you back to the word. എന്തുകൊണ്ട് ഇസഹാക്കിന്റെ കണ്ണിന്റെ കാഴ്ച മങ്ങിപ്പോയി? Why
was it that Isaac lost the eyesight? വീണ്ടും 45 വർഷം കഴിഞ്ഞാണ് ഇസഹാക്ക് മരിച്ചത്. Isaac died after 45 years after this incident. എന്തുകൊണ്ട് അപ്പന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു? Why was it that he had lost his eyesight at such an early time? ഉത്തരം റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. In the book of Romans, Apostle Paul mentions the answers. ദൈവത്തിന്റെ നിർണയമാണ് മൂത്തവൻ ഇളയവനെ സേവിക്കണമെന്നുള്ളത്. Because it was God had ordained that the elder brother would serve the younger one. ദൈവം നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു കാര്യം നിർണയിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ തൊടേണ്ട സകല മേഖലകളെ തൊടാൻ അവൻ ശക്തിയുള്ള ദൈവമാണ്. If God has ordained certain things for you and for your generation, God will touch the certain things at certain times. Hallelujah. Hallelujah. ഒരു കുടുംബം ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് പോയി. A family traveled from Bethlehem to Moab. അപ്പത്തിന്റെ വീട്ടിൽ ഒരു ചെറിയ ക്ഷാമം വന്നു, ഒരു ചെറിയ പ്രശ്നം വന്നതേ ഉള്ളൂ. In the house of bread there was a small problem. പ്രശ്നം വരാത്ത ഒരു ബേത്ലഹേമും ഇല്ല. Because there is no Bethlehem that never would have a problem. ആരെങ്കിലും പറയാം എന്റെ കുടുംബത്തിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞാൽ അവർ നമ്പർ 1 കള്ളനായിരിക്കും. If anyone is saying that I have no problem in my family, that would be the perfect person, the liar. എല്ലാ സഭയിലും പ്രശ്നങ്ങളുണ്ട്. Because every individual, every church would have problems. ആ പ്രശ്നത്തിന്റെ നടുവിൽ നീ ഇറങ്ങി പോകരുത്. But in the middle of the problem, you should not walk away. 10ാം തലമുറയ്ക്ക് പോലും പ്രവേശനം നിഷേധിച്ചിരിക്കുന്ന ശപിക്കപ്പെട്ട മോവാബിലേക്ക് ഒരു കുടുംബം ഇറങ്ങിപ്പോയി. So therefore this family, they left Bethlehem and they went to Moab, where even the 10th generation was not allowed to enter the presence of God. അവിടെ ചെന്നപ്പോൾ 2 ആമ്പിള്ളാരെയും പിടിച്ച് അന്നേരം വിവാഹവും കഴിപ്പിച്ചു. And as soon as they entered that city, Moab, both sons got married immediately. എനിക്ക് ശൗമേൽ ഭാഷ തോന്നുന്നത് ഇവർ ഇതിനു വേണ്ടി തന്നെയാ പോയെന്ന് തോന്നുന്നു. Sometimes I even wonder, maybe they may have traveled just for that purpose. എന്നിട്ട് പറയുന്നത് നമ്മൾ നിൽക്കുന്നിടത്ത് നിന്നിരുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഭാവി ഉണ്ടാകുമായിരുന്നോ? നിൽക്കുന്നിടത്ത് നിന്നിരുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഭാവി ഉണ്ടാകുമായിരുന്നു. If we had stayed where we should have stayed, our children would not have had a future. എന്നോടൊരു എൻ്റെ സഭയിൽ ഒരു സഹോദരൻ പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ ഒരു ആത്മാവിനെയും കൂടെ നേടാവല്ലോ. A brother from pastor's church mentioned that they could at least earn one more soul. അവനെയും കൂടെ വിശ്വാസത്തിലേക്ക് അവളെയും കൂടെ കൊണ്ടുവരാമല്ലോ. So that was a way for that one more person, one more woman to the presence of God. ഇപ്പൊ എപ്പം കണ്ടാലും കണ്ണുനീരോടെ എന്നോട് പറയും എൻ്റെ പാസ്റ്റർ പറഞ്ഞ കേട്ടിരുന്നെങ്കിൽ ഈ ഗതികേട് എനിക്ക് വരത്തില്ലായിരുന്നു. So now that they're saying that if I had listened to my pastor, I would not have been in this situation. കുഞ്ഞെ അങ്ങനെ ആത്മഭാരം ഒന്നും നിനക്ക് വേണ്ട കേട്ടോ. Dear child, you don't need such a burden. ഈ പുസ്തകം പറയുന്നത് കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലായി മാത്രമേ നീ കൈ കൊടുക്കാവൂ. You should only share your life with those the child of God. നനയാത്ത സമയത്ത് മരണദൂതൻ ആ വീട്ടിൽ വന്നു. Then the angel of death came to that family. 3 പുരുഷ ശബ്ദം നിലച്ചു. 3 men died. 3 സ്ത്രീ ശബ്ദം അവശേഷിച്ചു. Only 3 women remained. ഈ അമ്മായിയമ്മ മരുമക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് പോകാം. And the mother-in-law called the daughter-in-laws and said that you should go back to your own homes. എല്ലാ അമ്മായിമ്മമാരും മരുമക്കളും ചെവി തുറന്ന് നീ കേട്ടോണം. All the mother-in-laws and the daughter-in-laws should listen very carefully here. ഈ 2 മരുമക്കളും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. Both daughter-in-laws they hugged and started to cry. ഞങ്ങൾ അമ്മച്ചിയെ വിട്ടു പോത്തില്ല. And they said that we will not leave our mother-in-law. അമ്മച്ചി നിയമം ഒന്നുകൂടെ കഠിനമാക്കി. And then the mother-in-law became a little bit stricter. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വിവാഹം കഴിച്ച ഒരു കുഞ്ഞുണ്ടായാലും നിങ്ങളുടെ പ്രായമായിട്ട് ഒത്തുവരത്തില്ല. And she said that even if I have another son now, he will not be able to become your husband. ഇത് കേട്ടപ്പോൾ ഒരു സഹോദരിക്ക് ബുദ്ധി ഉദിച്ചു. When one daughter-in-law heard this, she immediately recognized the fact. അവളുടെ പേര് ഓർപ്പ എന്നാണ്. And her name was Orpah. അവൾ അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ഓർമ്മയില്ലാത്ത നാട്ടിലേക്ക് അവൾ പോയി. So Orpah hugged the mother-in-law and then she left her. എന്നാൽ രൂത്ത് എന്ന് പറയുന്ന ഒരു പെൺകുഞ്ഞ് അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി എന്നെ പിരിയാൻ അനുവദിക്കരുത്. But the other daughter-in-law named Ruth, she said that mother should not ask me to leave you. അമ്മച്ചിയുടെ ദൈവം എൻ്റെ ദൈവമാണ്. And she said that your God is my God. അമ്മച്ചിയുടെ ജനം എൻ്റെ ജനമാണ്. And your people are my
അമ്മച്ചി പോകുന്നിടത്ത് ഞാനും പോരും. I will go where you go. അമ്മച്ചി എവിടെ മരിച്ചടക്കപ്പെടുന്നു അവിടെ ഞാനും And if മരിച്ചടക്കപ്പെടും. you die here, I will also die and be buried here. എന്തുകൊണ്ട് ഈ കുഞ്ഞിങ്ങനെ ഒരു തീരുമാനമെടുത്തു? Why is it that this person made സകല that അമ്മമാര് decision? ശ്രദ്ധിച്ചോണം. All of you listen, please. ഈ രൂത്തിന്റെ പുസ്തകം 4 അധ്യായമുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയിരുന്നു വായിക്കണം. You should go home and read the 4 chapters of the book of Ruth. അല്പകാലമേ ഈ പെൺകുഞ്ഞുങ്ങൾ ആ വീട്ടിൽ താമസിച്ചിട്ടുള്ളൂ. Only such a short time that these daughter-in-laws lived with the mother-in-law. ആ മാതാവിൽ നിന്നുള്ള ഒത്തിരി ഗുണങ്ങൾ ദൈവം എന്നെ പഠിപ്പിച്ചു. But they learned a lot of good things about this mother-in-law. ആ മാതാവ് വീട്ടിൽ വന്നു കയറിയ 2 പെൺമക്കളോട് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഒരു കുത്തുവാക്ക് പോലും പറഞ്ഞിട്ടില്ല. And this mother may have never spoken a single word against these 2 daughter-in-laws. അതെങ്ങനെ പാസ്റ്റർക്ക് മനസ്സിലായത് പറയാം. You may ask, Pastor, how do you know that? ഈ 2 മരുമക്കളും വന്നതിന് ശേഷമാണ് ഭർത്താവ് മരിച്ചതും 2 ആൺമക്കൾ മരിച്ചതും. It was after they came into their life, her husband died and also the 2 other men, but the sons died. നമ്മൾ പാരമ്പര്യം പറയുന്ന ബെന്തക്കോസുകാരനാണെങ്കിലും കൊച്ചിനെ കെട്ടിച്ചു വിടുമ്പോൾ നമ്മൾ പ്രത്യേകം പറയും, മോളെ ആ വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോൾ വലതുകാല് വെച്ചേ കയറാവൂ. Traditionally, when we marry a girl and send them to the husband's house, we would always ask them to enter with the right foot at the door first. കൈ കൊടുത്ത് കയറ്റാൻ നിൽക്കുന്ന അമ്മായിയമ്മ നോക്കുന്നത് മുഖത്തോട്ടല്ല കാലിലോട്ടാ, ഏത് കാലി വെച്ചാ കയറുന്നതെന്നാ. And the mother of that house would always pay attention to see which foot is being placed first into the house. ഈ വലതുകാല് വെച്ച് കയറിയതാണെങ്കിലും ചെന്ന് കയറിയ വഴിക്ക് 5 കഴി പാല് കറന്നുകൊണ്ടിരുന്ന ഒരു പശു ആ ആഴ്ച ഉരുണ്ട് വീണ് ചത്തു. And so even if this daughter enters the house with the right foot in the right place, then all of a sudden there may be some other distraction in the house. അടുക്കളയിൽ നിന്നൊരു കുത്തുവാക്ക് തുടങ്ങി. ചിലരൊക്കെ വലതുകാല് വെച്ച് കയറി അതിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി. And then somebody will start murmuring from the kitchen and say that we are now saying the signs of this daughter entering our house. നിന്റെ വീട്ടിൽ വന്നു കയറിയ നിന്റെ പെൺകുഞ്ഞിനെ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ആമേ വേദനിപ്പിക്കരുത്. You should never speak a word against the daughters that are entering your houses. സ്വോത്രം. മരുമക്കൾ ചിലർ പറയാ, പാസ്റ്റർ 2-3 വേണ്ട സമയമില്ല. സ്വോത്രം. ഇനി മരുമക്കളെ കുറിച്ച് ഒരെണ്ണം പറയാം. So she is going to say a few things about these daughter-in-laws. അമ്മായിയമ്മയെ കുറിച്ച് നല്ല സന്തോഷമായിരുന്നു. You must have been happy talking about the mother-in-law. എല്ലാ മരുമക്കളും ചെവി തുറന്ന് കേട്ടോണം. Now listen to all the daughter-in-laws and the son-in-laws. മൈലുകൾ നടന്ന് ബേത്ലഹേമിൽ വന്നു. They walked miles and miles and came back to Bethlehem. Number 1, അവൾ വീട്ടിൽ അല്പനേരമേ വിശ്രമിച്ചുള്ളൂ. As soon as they entered the house, they only stayed in the house for a short period of time. സകല പെൺകുഞ്ഞുങ്ങൾ ചെവി തുറന്ന് കേട്ടോണം. All daughters pay attention. അല്പനേരമേ വിശ്രമിച്ചുള്ളൂ. They only took rest for a short period of time. വിശ്രമിക്കാനേ നേരമുള്ളൂ. We only have time to rest. ഹല്ലേലൂയ. Amen. ഇവിടെ ശ്രദ്ധിച്ചേ, അവിടെ എഴുതിയിരിക്കുന്നത് അമ്മായിയമ്മയുടെ അനുവാദത്തോടെ ദയ തോന്നുന്നവന്റെ വയലിൽ കാലാ പെറുക്കാൻ പോയി. There we read that with the permission of this mother-in-law, this daughter-in-law went and to pick wheat from in the neighborhood. ഇന്ന് അമ്മയുടെ അനുവാദം വേണ്ട, പിന്നല്ലേ അമ്മായിയമ്മയുടെ അനുവാദം. These days they don't even need their own mother's permission. Then we talk about the mother-in-law's permission. എത്ര കുടുംബങ്ങളെ പ്രശ്നമാണ് ഞാൻ തീർക്കാൻ പോകുന്നതെന്ന് അറിയാമോ? You know how many families came to pastor to solve their problems? നാവ് തുറന്ന തറുതല മാത്രമേ പറയത്തുള്ളൂ. The minute they open their mouth, they speak wicked things. മോളെ എവിടുന്ന് വരുന്നടി? She would ask the daughter, where are you coming from? ഉത്തരം പുറകിന്ന് വരുന്നു. പുറകിന്ന് വരുന്നു. എങ്ങോട്ട് പോകുന്നു? മുമ്പോട്ട് പോകുന്നു. So they would always give answers that are against the question. ഭർത്താവിനോടും അപ്പനോടും അമ്മയോടും ഒക്കെ തറുതല പറയുന്ന സകല കുഞ്ഞുങ്ങളും ഇത് കേട്ടിട്ട് മാനസാന്തരപ്പെട്ട് ഇറങ്ങി പോകാവൂ. Those that are rebellious answering your questions, you should pay attention and you should have a conviction. ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്വോത്രകാഴ്ച കുറയുമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ദൈവം ഏൽപ്പിച്ചങ്ങ് പറയുക. I'm sharing with you what God has given to me. കുഞ്ഞെ, നിനക്ക് നന്മ വരുവാൻ, അനുഗ്രഹം വരാൻ ആമേൻ നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക. Therefore you should always honor and respect your father and your mother, so therefore you will be blessed. ആ മാതാവിൽ നിന്ന് ആ കുഞ്ഞ് പഠിച്ച പാഠമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്.
This is what that daughter-in-law had learned from that ആ mother-in-law. കുഞ്ഞിന്റെ ക്വാളിറ്റിയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. I'm speaking about the qualities അതുകൊണ്ട് അവൾ that she ചെന്ന് had. കയറിയത് ഭാഗ്യവശാൽ ബോവസിന്റെ വയലിലാണ്. And she entered the field of Boaz. ഞാൻ എന്താ ഇത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? You really understand what I'm sharing with ഈ you? മരണം ആ കുടുംബത്തിൽ വേട്ടയാടിയതിന്റെ പിറകിലെ ദൈവിക നിർണയം എന്താണെന്ന് ദൈവം അവരോട് പറഞ്ഞില്ല. God never revealed to them why this family was going through so much destruction and the death. അത് അവരുടെ ജീവിതത്തിന്റെ രണ്ടാം ദിവസമായിരുന്നു. That was the second day of their life. എന്നാൽ ആറാം ദിവസം എത്തിയപ്പോൾ But on the sixth day of their life, ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ വംശാവലി പട്ടികയ്ക്കകത്ത് ഈ മോവാബിയ പെൺകുട്ടി ഇടം കണ്ടെത്തി. according to the lineage of Jesus Christ, you see that the name Ruth is mentioned. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു എന്ന് നാം അറിയുന്നു. We know that God orchestrates everything for the benefit and the good for those who love and trust Him. ദൈവവേദിയിലെ ഇന്ന് നീ അനുഭവിക്കുന്ന വേദനകളുടെ ഒക്കെ പുറകിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. Dear children of God, God has a certain purpose for all the troubles and the situations we എല്ലാ go കണ്ണുകളും ഒരു through. നിമിഷം ഒന്ന് അടച്ചാട്ടെ. All eyes closed in the presence of God. എല്ലാവരും Please. ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് Can you all നിന്നാട്ടെ. stand up in the presence of God for a moment? ഹല്ലേലൂയ. Hallelujah. ദൈവം വരുത്തുന്ന സകല വേദനകളുടെയും പുറകിൽ ഒരു അനുഗ്രഹം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. God has kept a blessing behind all the situations you're going ഒരുപക്ഷേ നീ through. രോഗത്തിലൂടെ പോകുന്ന വ്യക്തിയായിരിക്കാം. You may be a person going through a സാമ്പത്തിക sickness. തകർച്ചയിലൂടെ പോകുന്ന You may be going through വ്യക്തിയായിരിക്കാം. a financial situation in കുടുംബ your life. തകർച്ചയിലൂടെ പോകുന്ന You may be വ്യക്തിയായിരിക്കാം. going through a destruction in your life. ഏതെങ്കിലും നിലയിൽ വേദനപ്പെടുന്ന ഒരു You may be വ്യക്തിയായിരിക്കാം. going through the painful അതിന്റെ പുറകിൽ situation. ഒരു അനുഗ്രഹം ദൈവം കരുതി But വെച്ചിട്ടുണ്ട്. God has kept a blessing for you. ഹല്ലേലൂയ. Hallelujah. Hallelujah. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് God, to those who love God by God, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് those who തന്നെ are called by God, സകലവും everything works together. Everything works together. സകലവും Everything works together. നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു. Works together for the good. അത് എത്രയും നല്ലതെന്ന് പറയാം. We will know how ദൈവം good നിനക്ക് it വേണ്ടി is. ഒരു ആറാം ദിവസം കരുതി God വെച്ചിട്ടുണ്ട്. is preparing a sixth day for ഈ you. മെസ്സേജ് ഏറ്റെടുത്ത ദൈവമക്കൾ അല്പനേരം ആധാരങ്ങളെ ദൈവത്തെ If you ആരാധിക്കണം. have received this message, open up your mouth and start Hallelujah. praising and worshiping God. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Praise God. Hallelujah. ഇന്ന് പകൽക്കാല ദൈവാത്മാവ് ശക്തിയോടെ ഇവിടെ The Holy വെളിപ്പെടുവാനിടയായി. Spirit is speaking to you today. പ്രാർത്ഥിച്ച് ആരംഭിച്ച നിമിഷം മുതൽ From the minute that ഈ we started the നിമിഷം വരെ service, ദൈവ സാന്നിധ്യം ഇതിനകത്ത് അനുഭവിക്കുന്നു. you have been experiencing the presence of Holy Spirit here. അഭിഷേകന്മാരുടെ കേൾപ്പിച്ച വചനങ്ങൾ ഒന്നോടൊന്ന് കണക്റ്റഡ് ആണ്. All the messages we heard today, they're all connected. ഹല്ലേലൂയ. Hallelujah. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല, Not by man. കർത്താവിൽ നിന്നുള്ള വെളിപ്പാടാണ്. This is the revelation from God. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും For what I have received from the Lord നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തു. and what I have given you. അതുകൊണ്ട് ഇന്ന് പകൽ നമ്മൾ വിളിച്ചു പറ, Therefore we need to ഈ proclaim, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് God can call to എന്നെ take me out വേർതിരിക്കുവാൻ കഴിയുകയില്ല. from the love of God. Hallelujah. അധരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ച് Can we open our ആരാധിക്കുക. mouth and praise God this morning? ഞാൻ കടന്നു പോകുന്നത് രണ്ടാം ദിവസമാണ്. You may be going through a second day in your life, പക്ഷെ എന്നും രണ്ടാം ദിവസമല്ല. but every day is not going to be a ദൈവം second നിനക്ക് വേണ്ടി day. ഒരു ആറാം ദിവസം കരുതി God is വെച്ചിട്ടുണ്ട്. preparing a sixth day for your life. ഹല്ലേലൂയ. Amen. അന്ന് നിറകണ്ണുകളോട് നീ പറയും, If you are saying this in the presence എനിക്കതത്രയും of God, എത്രയും നല്ലതായി മാറി. oh, it has become such a അത് blessing in my life. നന്മയ്ക്കായി കൂടിയാവരിച്ചു. Everything worked together for me. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം Can we worship കൊടുക്കാം. God? Can we give a praise ശക്തിയോടെ offering this ആധാരങ്ങളെ morning? തുറന്ന് അന്യഭാഷകളിൽ Can we worship Him in ദൈവത്തിന് spirit മഹത്വം and കൊടുത്ത് truth this morning? ആരാധിക്കാം. Hallelujah. 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 അവസരം നൽകിയ ദൈവസഭയോട് ദൈവദാസന്മാരോട് നന്ദി പറയുന്നു. And I thank the pastor and the church for allowing me this opportunity. എനിക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത ദൈവദാസനോട് പ്രത്യേകം നന്ദി Thank പറയുന്നു. you. Thank you. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. God bless you.